ഇവനെ പിടിച്ചപ്പോൾ തന്നെ കൊല്ലേണ്ടിയിരുന്നില്ലേ? ഓടുന്ന ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന യുവതിയെ ചവിട്ടിത്താഴെയിട്ടപ്പോൾ ട്രാക്കിലേക്ക് വീണ അവളുടെ 22ലധികം പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മുഖമാസകലം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ടുപോയി അടുത്ത ട്രാക്കിന് സമീപം വിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുവാൻ ഒരു റേപ്പിസ്റ്റിന് കഴിയില്ല, ഒരു കൊലപാതകയ്ക്കും കഴിയില്ല. ഇവൻ അതിലും അപ്പുറം ക്രൂരനായ ഒരു ജന്മമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവനെ തൂക്കുമരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയപ്പോൾ ഈ അമ്മയുടെ ഉള്ളു പടഞ്ഞു. ഇന്ന് പുലർച്ചെ ജയിൽ ചാടി എന്ന് അറിഞ്ഞപ്പോഴും ഈ അമ്മ തകർന്നുപോയി. അവനെ വീണ്ടും പിടികൂടി എന്ന് കേട്ടപ്പോൾ സൗമ്യയുടെ അമ്മ പറഞ്ഞത് കേൾക്കുക. ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ ഇത്ര നേരം തീ തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ, അവൻ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല. കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരും ഇറങ്ങിയിട്ടുണ്ട്. പിടിക്കപ്പെടും, അതെന്തായാലും പിടിക്കപ്പെടും. ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലപ്പുറം ഇവൻ ചെയ്ത് കൂട്ടും. അത് പറ്റില്ല. ഇവനായിട്ട് ഒരു സുരക്ഷിത വെച്ചേ പറ്റൂ. അത് ഇനി നിർബന്ധമുള്ള കാര്യമാണ്. അത് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവന് ഇത്രയും ചെയ്തത്. പക്ഷെ ജയിലിൽ ചാടാൻ ഇവന് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല. അതെന്തായാലും അത് നടക്കില്ല, അത് ഉറപ്പാണ്. കാരണം ഇത് ചെറിയ മതിലല്ല, കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല. അത് ഇത്രയും വലിയൊരു മതിലാണ്. ഈ മതിലുകൾ എടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവന് അവിടുന്ന് ഒരാൾ സപ്പോർട്ടുണ്ട്. അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ടുണ്ട്. അത് ശരിക്കും അന്വേഷണം വേണമല്ലോ. അത് അന്വേഷണം വന്നാലേ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് അന്വേഷിക്കണമല്ലോ നമ്മള്. അത് അന്വേഷിക്കാതെ എങ്ങനെയാ ഇവനെങ്ങനെയാ ജയിലിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ? മണിക്കൂറുകളൊക്കെ പിടിക്കാൻ കഴിഞ്ഞത് എന്താ? ഇവൻ അത്രയും ദൂരം ഇവന് പോവാൻ സമയമില്ല. കാരണം അവൻ അത്രയും പോവരുത്. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളെ അവിടെയുള്ള നാട്ടുകാര്, ഞാൻ പറഞ്ഞില്ലേ, ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ? അമ്മ സൗമ്യയുടെ അല്ല, അമ്മയല്ല അമ്മ, സുഖമായിരിക്കുന്ന അമ്മ, എന്താ അമ്മ എന്ന്. ആ ചോദ്യത്തിൽ അവരെന്നോട് പറയണ ഒറ്റ വാക്കേ ഉള്ളൂ, എന്തെന്നറിയോ? അമ്മ ഇന്നും അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവർ പറയണത്. അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട്. അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാരക്കോടി ജനങ്ങള്, എനിക്ക് അവരോട് വാക്കുകളേ ഇല്ല. എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല. എനിക്ക് അത്രയേറെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അവരുടെ കാര്യത്തിൽ അറിയില്ല. കാരണം എനിക്ക് ഒന്നും അവരോട് പറയാണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ അവരെ കൊല്ലായിരുന്നില്ലേ എന്ന്. എന്തിനാ ഈ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കണത്? ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് തൂക്കുകയർ ഇവനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാം? തൂക്കുകയറിന് മേലെ ഇവന് ശിക്ഷ ഇല്ല. ഇത്രയും വലിയൊരു ക്രിമിനല് നമ്മൾ എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാല അവസാനം വരെ ഇവൻ പുറലോകം കാണരുത് വിചാരിച്ച് നമ്മൾ ഇവന് ചെയ്ത് വെച്ചിട്ട് അവസാനം ഇവൻ ചെയ്ത പണി എന്താ? അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പം ആ ജയിലിൽ ചാടി അവന് ഇനി ഇതിനും വലിയ ശിക്ഷ വേറെ ഒന്നുമില്ല, തൂക്കുകയർ. എത്രയും വേഗം അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ്. സുപ്രീം കോടതി വിധി ഇനി എന്തായെന്ന് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല. കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇത് ഈ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കിഴിക്കോടതി നിന്നും ഹൈക്കോടതി നിന്നെല്ലാം നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയെല്ലാം ആയി തീർന്നത്. അപ്പോൾ ഇവന് തൂക്കുകയറില്ല എന്ന് വിധിച്ചപ്പോഴും നമുക്കിവിടെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങളത് കൊടുത്ത ശേഷമാണ് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത്. അപ്പം ഇനി അതല്ല, ഇനി ഇവന് തൂക്കുകയർ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു ഇത് ചെയ്ത ക്രിമിനൽ, ഇത്രയും വലിയൊരു കാര്യം ചെയ്ത അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ
ഗോവിന്ദചാമി ഓടി രക്ഷപ്പെട്ട് തങ്ങളുടെ കോമ്പൗണ്ടിലേക്കാണ് എടുത്തു ചാടിയത് എന്നറിഞ്ഞപ്പോൾ തിരച്ചിലിന് നേതൃത്വം കൊടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിലെ ജീവനക്കാരനായ ഉണ്ണികൃഷ്ണനാണ് തങ്ങളുടെ കിണറ്റിൽ പമ്പ് സെറ്റ് കെട്ടിയിറക്കിയിരുന്ന ആ കയറിൽ തൂങ്ങിക്കിടക്കുന്ന ഗോവിന്ദചാമിയെ ആദ്യം കാണുന്നത്. ഇദ്ദേഹം നോക്കിയപ്പോൾ നിന്നെ കുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞത്രേ. കിണറ്റിൽ നോക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഈ ഇന്നമാതിരി ന്യൂസ് കിട്ടിയ ഉടനെ ഞങ്ങൾ ഈ സറൗണ്ട് മൊത്തം പരിശോധിച്ചാണ്. അവിടെ ഈ കിണറും പിന്നെ അതിന് ബാക്കി കുറച്ച് ചെറിയ ബാത്റൂം അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ അടിച്ച് പെരുക്കി നോക്കിയതാണ്, പക്ഷെ കണ്ടില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അവനെ കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി അങ്ങോട്ട്. എഗെയിൻ തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഒരു സംശയം കൊണ്ട് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ലോക്ക് തുറന്ന് പോയതാണ്. വെറുതെ കിണറ്റിൽ നോക്കുമ്പോൾ അവനവിടെ കിണറ്റിനകത്ത് കയർ പിടിച്ച് തൂങ്ങിക്കുകയാണ്. പമ്പ് കെട്ടി ഇറങ്ങുന്ന കയറിൽ പിടിച്ച് തൂങ്ങിക്കുകയായിരുന്നു. നമ്മളെ കണ്ടപ്പോഴൊന്ന് വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് രണ്ടാമത് നീരാണ്. ആ ശ്വാസം കിട്ടില്ലല്ലോ, ആ നീറിനെ നോക്കിയാണ്. അപ്പം എന്നോട് പറയുകയും ചെയ്തു, പിന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയപ്പെടുത്തി കുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഒച്ചയിട്ട് എല്ലാവരും അപ്പുറത്തെ ആൾക്കാരെല്ലാം വന്ന് അവരെങ്ങനെ പിടിച്ച് കയറ്റി. ഞാൻ പിന്നെ ഇവിടെ ഒച്ചയിട്ടപ്പോൾ അവിടെ എല്ലാ ആൾക്കാരായിരുന്നു, പോലീസും ജനങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. ആ റോഡിൽ ചാടി വന്നു. അതൊരു സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര. അതിൻ്റെ ഇത് എന്നെ മാറിയിട്ടില്ല, കാരണം ഞാൻ കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് ഒരു അങ്ങനത്തെ ഷോക്ക് പോലെയാണ്. അവൻ കുറച്ച് കാണുമ്പോൾ തന്നെ ഒരു അക്രമം പോലെയാണെന്ന് കാണിച്ചു. എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ല. ആദ്യം പോയപ്പോൾ അവളെ കണ്ടില്ല. ഞങ്ങൾ 9:30 ആ ടൈമിൽ ഞങ്ങൾ പോയി നോക്കിയത്. ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. കിണർ അതുപോലെ ഉണ്ടായി, നെറ്റൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത് 10:30 പോകുമ്പോഴാണ് ആളെ കെട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. അല്ല 10:30 നമ്മളെ പിടിച്ചു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു. 4 പേരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ പ്രതികരിച്ചു. ഇന്നലെ രാത്രി ജയിലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് റെജോ, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെയാണ് അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ രാത്രി ജയിലിന്റെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന 10ാം ബ്ലോക്കിൽ നിരീക്ഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയത്. വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താനില്ല. ഉടൻ പിടികൂടാനായത് ആശ്വാസകരമാണ്. കണ്ണൂർ റേഞ്ച് DIG സംഭവം വിശദമായി അന്വേഷിക്കും. വിവരമറിയുവാൻ വൈകി. ആദ്യം ജയിലിനുള്ളിലാണ് പരിശോധിച്ചത്. 4:30 മണിയോടെയാണ് ഇയാൾ ജയിൽ ചാടിയത്. പോലീസിനെ അറിയിക്കുവാൻ വൈകിയെന്നും എങ്കിലും ഉടനെ പിടികൂടാനായത് ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.